നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. പ്രമാദമായ 3 ഹിയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെനറ്റിൽ. ഒന്നാമത്തേത് RFK ജൂനിയറിനെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറിയായി നിയമിക്കാനുള്ളത്. 2 ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം സെനറ്റ് ജുഡീഷ്യൽ കമ്മിറ്റിയൊക്കെ കേട്ടു. ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതിനിടെ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തരുത്, അദ്ദേഹം ഒരു ലെഫ്റ്റ് ലീനിങ് ആളാണ്, ഇടതുപക്ഷക്കാരനാണ്, അദ്ദേഹം തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രസിഡന്റിൻ്റെ വലങ്കൈ ആയിട്ടുള്ള ന്യൂയോർക്ക് പോസ്റ്റ് എഡിറ്റോറിയൽ എഴുതി. അപ്പോൾ സെനറ്റർമാരോട് അദ്ദേഹത്തെ തോപ്പിച്ചു കൊടുക്കണം, ഒരു കാരണവശാലും അദ്ദേഹത്തെ അംഗീകരിക്കരുതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നിലും എന്തെങ്കിലും കളികൾ കാണും. പ്രസിഡന്റ് അറിയാതെ അങ്ങനെ ഒരു എഡിറ്റോറിയൽ വരാൻ സാധ്യതയില്ല, പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആളുകളും അറിയാതെ. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു നീക്കമുണ്ടായിരിക്കാം, നമുക്ക് വ്യക്തമല്ല. എന്ന് പറഞ്ഞാലും ഇദ്ദേഹം വാക്സിൻ വേണമെന്ന് പറയുകയും അല്ലെങ്കിൽ വാക്സിനെ നിഷേധിക്കുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വാക്സിൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, കോവിഡ് കാലത്ത് വാക്സിൻ വരുന്നത് വരെ നമ്മളെല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത്. ആ കോവിഡ് പിന്നെ വാക്സിൻ വന്നു, വാക്സിൻ എടുത്തതിന് ശേഷം ഇതൊരു പ്രശ്നമല്ല, ഒരു പനി പോലെയായി നമ്മൾ കണക്കാക്കാൻ തുടങ്ങി. അതുപോലെ ഈ ഒരു മഹാമാരിയായിട്ടാണ് കോവിഡിനെ കണക്കാക്കിയിരുന്നത്. ഈ അന്ന് പ്രസിഡൻ്റായിരുന്ന ട്രംപ് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലും ഈ കോവിഡായിരുന്നു. ആ കോവിഡിൻ്റെ വാക്സിൻ കണ്ടെത്തിയെന്നുള്ള ഒരു 2-3 ദിവസം മുമ്പ് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ട്രംപ് പരാജയപ്പെടുക പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വാക്സിൻ. അപ്പോൾ ഇന്നതിനെ നിഷേധിക്കുക, അത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പല പാർശ്വഫലങ്ങളുണ്ടാകും, ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം ദോഷങ്ങളുണ്ടാകുന്നത്, അതൊക്കെ സത്യമാണ്. ഈ വാക്സിൻ കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ലോകത്തെ മഹാമാരികളിലൊന്നായിരുന്നു സ്മോൾ പോക്സ്, വസൂരി. ആ വസൂരി ഇല്ലാതെ ആയതെങ്ങനെയാണ്? വസൂരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ചു. ആ വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ ലക്ഷോപലക്ഷം മനുഷ്യരാശി ചത്തൊടുങ്ങിയത്. അപ്പോൾ അങ്ങനെ ഓരോ വാക്സിനുകളും മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരാൾ ഈ സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 39 ബില്യൻ്റെ ഈ ഹെൽത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാം ചുമതലയാണുള്ളത്. മെഡിക്കെയ്ഡ് ഇതിൻ്റെ എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു വാക്സിൻ ഡിനയർ വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആശങ്കയായിരിക്കാം ഈ പത്രത്തിൻ്റെയൊക്കെ എതിരഭിപ്രായത്തിന് വന്നത്. ഇനി രണ്ടാമത്തെ ആൾ കാശ്യപ് പട്ടേൽ, നമ്മുടെ 40-42 വയസ്സുള്ള അദ്ദേഹം FBI ഡയറക്ടറാകാനായിട്ട് അദ്ദേഹത്തിനുള്ള ഹിയറിംഗ് കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെയും 2 ദിവസത്തോളം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ഇമ്പ്രഷനാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെ. നമ്മളൊക്കെ പൊതുവെ വിചാരിച്ചത് അയോഗ്യനായ ഒരു വ്യക്തിയാണ്, ട്രംപിനോടുള്ളൊരു വിധേയത്വവും ഭക്തിയും മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, അല്ലാതെ ഇതുപോലെ ഒരു ഉന്നത സ്ഥാനം ഏറ്റെടുക്കാനുള്ള യാതൊരു കഴിവും അദ്ദേഹത്തിനില്ല, യോഗ്യതയും അദ്ദേഹത്തിനില്ല എന്നൊരു ധാരണയായിരുന്നു പരക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിചാരണ കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയും ആ ലെവലിലല്ല. FBI പോലെ ഒരു ഉന്നത സ്ഥാനത്തേക്ക്, FBIയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥ നിയന്ത്രിക്കുന്നത്, ഇവിടുത്തെ ഏറ്റവും ഉന്നതൻ്റെ കാര്യം വരെ ചകഞ്ഞെടുക്കാനും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള അധികാരമുള്ള സ്ഥാപനമാണ്, അത് പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാനും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം അർഹിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു ഇമ്പ്രഷനാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥിരീകരണം ലഭിക്കാൻ പ്രയാസം വരുമെന്നും കരുതുന്നില്ല. ഇനി മൂന്നാമതൊരാൾ തുളസി ഗബാർഡാണ്. അപ്പം അവർക്കും ഇന്ത്യൻ ബന്ധമുണ്ട്. അവർ ഇന്ത്യക്കാരി അല്ലെങ്കിലും ഹിന്ദുവാണ്, വിശ്വസിക്കുന്ന ഹിന്ദുവാണ്, പ്രാക്ടീസിങ് ഹിന്ദുവാണ്. അത് ഉറപ്പിച്ചു പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല താനും. പക്ഷേ അവർക്കെതിരെ നിരവധി ആക്ഷേപങ്ങളാണുള്ളത്. ഒന്ന്, പുട്ടിനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിറിയയിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അവിടുത്തെ ആസാദുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കെതിരെ 2014 ഹിലരി ക്ലിൻ്റൺ തന്നെ ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇവരൊരു റഷ്യൻ അസറ്റ് ആണ്, റഷ്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അന്നതെല്ലാം ട്രംപിനെതിരെയും അതേ ആരോപണം ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങ് കെട്ടടങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴതെല്ലാം ചെകഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഈ ഹിന്ദു സംഘടനകളൊക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല, ഇവർ ഹിന്ദു ആയതുകൊണ്ടും ഒക്കെയാണ് ഈ രീതിയിലുള്ള പ്രചാരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വിഭാഗം ക്രിസ്ത്യൻ സംഘടനകൾ ഇവർക്കെതിരെ രംഗത്തുണ്ട്.
പ്രധാനമായിട്ടും അവരുടെ ആക്ഷേപം ഇവർ RSSനെ അനുകൂലിക്കുന്ന ആളാണ്, നരേന്ദ്രമോദിയുടെ സുഹൃത്താണ്. ആ ഒരു അജണ്ടയാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. RSSും സംഘപരിവാർ അനുകൂല സംഘടനകളുടെ ആ നിലപാടാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. അതിൻ്റെ പേരിൽ ക്രൈസ്തവ സംഘടനകൾ, ഒട്ടേറെ ക്രൈസ്തവ സംഘടനകൾ, മലയാളികളും ഇന്ത്യക്കാരും ഇല്ലെന്നേ ഉള്ളൂ, പിന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവരുടെ കൺഫർമേഷനെ പറ്റി നമുക്കൊരു ഉറപ്പ് പറയാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. ഈ സെനറ്റർമാർ എങ്ങോട്ട് മാറും? ഈ ട്രംപ് പറയുന്നത് പോലെ ട്രംപിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് സെനറ്റർമാരിൽ മിക്കവരും, നമുക്കറിയാം. അപ്പോൾ അതിൽ 3 പേരാണ് എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ. ഈ മെയിനിലെ സൂസൻ കോളിൻസ്, ഈ പിന്നെ അലാസ്ക എന്നുള്ള ലിസ മർക്കോവിസ്കി, പിന്നെ മൂന്നാമതൊരാൾ നമ്മൾ ബെർണി സാൻഡേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുരുക്കം ചിലരാണ് എതിരഭിപ്രായം പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ട്രംപ് പിന്നെ നിയോഗിച്ച ആളെന്ന നിലയിൽ എതിരഭിപ്രായമൊന്നും പറയില്ല. ബെർണി സാൻഡേഴ്സ് പിന്നെ ഡെമോക്രാറ്റാണ്. അപ്പം ഇങ്ങനെ മൂന്നാമത്തെ ആളുടെ പേര് മറന്നുപോയി. എന്തായാലും പിന്നെ ഇങ്ങനെയുള്ള നിലപാടെടുക്കുന്നത്, അപ്പോൾ ഈ 50 പിന്നെ 3 പേരും 4 പേര് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ സ്ഥാനാർത്ഥിത്വം പരാജയപ്പെട്ടു പോകും. ഈ 3 പേരെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, 50-50 വരും സെനറ്റിൽ. പിന്നെ ഒരു വോട്ട് പിന്നെ വൈസ് പ്രസിഡന്റിൻ്റെ കാസ്റ്റിംഗ് വോട്ട് കിട്ടുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യാം. അപ്പം തുളസി ഗബാർഡിൻ്റെ പിന്നെ സ്ഥിരീകരണമാണ് ഒരു സന്ദേഹ വിഷയമായിരിക്കുന്നത്. ബാക്കി രണ്ടും RFKയുടെയും ഉറപ്പില്ല. പക്ഷേ കാഷ് പട്ടേലിൻ്റെ ഏകദേശം ഉറപ്പിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും 1-2 ദിവസത്തിനകം ഇതിനെപ്പറ്റി എല്ലാം തീരുമാനങ്ങൾ ഉണ്ടാവും.